തലസ്ഥാനത്ത് രാഷ്ട്രീയ രംഗം ഇപ്പോൾ അതിശക്തമായ സംഘർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് കോൺഗ്രസിൽ കൂട്ടരാജി അരങ്ങേറി. കാഞ്ഞിരക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉപേഷ് സുഗതനും വിഴിഞ്ഞം മണ്ഡലം സെക്രട്ടറി വിനോദ് കുമാറും ഉൾപ്പെടെ ഏകദേശം 50 കോൺഗ്രസ് പ്രവർത്തകരാണ് രാജി സമർപ്പിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഈ നീക്കം. കോൺഗ്രസ് MLA M വിൻസെന്റിനെതിരെ വിമർശനം ഉൾപ്പെടുത്തിയ കത്താണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് അയച്ചിരുന്നത്. പ്രദേശത്ത് MLAയുടെ ഏകാധിപത്യ സ്വഭാവം പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതായി കത്തിൽ ആരോപിച്ചു. കോവളം നിയോജക മണ്ഡലത്തിലെ പാർട്ടിയുടെ നയവഞ്ചന സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ദുഷ്ടലാക്കോടെയുള്ള ചില നേതാക്കളുടെ പ്രവർത്തനങ്ങളും നാടിനെ ദോഷകരമാക്കുന്ന പ്രവർത്തനങ്ങളും ഇനി പൊറുക്കാനാവില്ല. സ്ഥലം MLAയുടെ ഏകാധിപത്യ മനോഭാവം പാർട്ടിയുടെ നാശത്തിലേക്കുള്ള പോക്കാണെന്ന് അറിയിക്കട്ടെ. ആയതിനാൽ ചില നേതാക്കളും 50ഓളം പ്രവർത്തകരും അവരുടെ തലസ്ഥാനങ്ങളും പാർട്ടി അംഗത്വവും രാജിവെക്കുന്നതായി അറിയിക്കുന്നു എന്നായിരുന്നു രാജിക്കത്തിൽ എഴുതിയിരുന്നത്. കഴിഞ്ഞ തവണ പൊന്നുമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച MR ഗോപനെ ഇത്തവണ നേമത്ത് പരിഗണിച്ചേക്കുമെന്ന സൂചനയ്ക്കിടെയാണ് രാജി. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേമം വാർഡിലുള്ള ഒരാൾ തന്നെ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ ആവശ്യം അറിയിച്ചിട്ടും യാതൊരുവിധ അറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് ജയകുമാർ BJP നേമം മണ്ഡലം പ്രസിഡന്റ് രാജേഷിനും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊറോണ എന്ന മഹാവിപത്ത് ജനങ്ങൾ അനുഭവിച്ചപ്പോൾ 2015-ൽ നേമം വാർഡിൽ നിന്ന് വിജയിച്ച BJP കൗൺസിലർ MR ഗോപൻ നേമം വാർഡിനെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന് കത്തിൽ പറയുന്നുണ്ട്. അവസാന ഒരു വർഷം വാർഡിൽ കൗൺസിലർ ഇല്ലായിരുന്നു. ഇതോടെ ജനവികാരം പൂർണ്ണമായി BJPക്ക് എതിരായെന്നും കത്തിൽ ആരോപിക്കുന്നു. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എത്ര മുതിർന്ന നേതാവിനെയും ഒറ്റിക്കൊടുക്കാനും തോൽപ്പിക്കാനും മനസ്സുള്ള ഒരാളെ നേമം വാർഡിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി അയാളുടെ മുന്നിൽ മുട്ടുമടക്കിയ പ്രസ്ഥാനത്തിൽ ഇനി പ്രവർത്തിക്കുകയാണെങ്കിൽ ആദർശം ബലി കഴിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് BJP നേമം ഏരിയ പ്രസിഡന്റ് എന്ന പദവി രാജിവെക്കുന്നുവെന്ന് കത്തിൽ പറയുന്നു. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളെയും ആഭ്യന്തര തർക്കങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ഈ സംഭവ വികാസങ്ങൾ തലസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്.